അപ്പോൾ നമുക്കിനി കപ്പലിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറിയ ഉടനെ തന്നെ ഒരു സൈഡിലായിട്ട് ഒരുപാട് ബെഡുകൾ ഒതുക്കി വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ അവിടെ നമ്മൾ 2 ഹിന്ദിക്കാർ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവർ നമ്മളോട് പറഞ്ഞു അതിൽ നിന്ന് ആവശ്യത്തിനുള്ള ബെഡുകൾ എടുത്തിട്ട് ഒരു സൈഡിലേക്ക് വിരിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ വെയിൽ കുറവുള്ള ഭാഗം നോക്കി ഞങ്ങൾ 2 ബെഡ് എടുത്ത് വിരിച്ചു. ഇതിലിരുന്ന് ചുറ്റിനും നോക്കിയപ്പോഴാണ് ഓരോ പില്ലറിലും ഒരുപാട് കവറുകൾ കെട്ടിത്തൂക്കിയിരിക്കുന്നത് കാണുന്നത്. കടൽ യാത്ര ആയതുകൊണ്ട് തന്നെ ഛർദ്ദിക്കും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയായിരിക്കും ഇത്തരത്തിൽ കവറുകൾ കെട്ടിത്തൂക്കിയിരിക്കുന്നത്. കുറച്ച് നേരം അങ്ങനെ റെസ്റ്റ് ചെയ്തപ്പോഴേക്കും ഇവിടുത്തെ ചായ ടൈം ആയി തോന്നുന്നുണ്ട്. വല്ല ഒരു ജീവനക്കാരൻ വന്നിട്ട് 2 മിൽക്ക് ഷേക്കിൻ്റെ പേപ്പർ ബോട്ടിലും അതുപോലെ തന്നെ 4 ബിസ്ക്കറ്റുകളും ഞങ്ങൾക്ക് വെള്ളമൊക്കെ കുടിച്ച് ഇതിൻ്റെ ഉള്ളിൽ വെറുതെ ഇരിക്കാൻ വേണ്ടിയാണോ വന്നത് എന്നാലോചിച്ച് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഓടി ബാക്ക് സൈഡിലേക്ക് പോയി. എങ്ങോട്ട് നോക്കിയാലും കടൽ മാത്രമേ കാണാനുള്ളൂ എങ്കിലും ഓരോ തവണ നോക്കുമ്പോഴും ഓരോ സമയത്ത് നോക്കുമ്പോഴും കടലിന് വളരെ വ്യത്യസ്തമായ ഭംഗിയാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ ബാക്കിലെ കാഴ്ചകൾ കുറച്ച് നേരം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോയി നോക്കി. മുമ്പിലെത്തിയപ്പോൾ ശരിക്കും നമ്മളെ ടൈറ്റാനിക് സിനിമയാണ് ഓർമ്മ വന്നത്. ജാക്കും റോസും നിൽക്കുന്ന പോലെ ഒരു പോസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ലൊരു ഫോട്ടോഗ്രാഫറുടെ അഭാവവും അതുപോലെ തന്നെ ധൈര്യത്തിൻ്റെ അഭാവവും കാരണം ആഗ്രഹം സാധിക്കാൻ കഴിയും. അങ്ങനെ മുമ്പിലിരുന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഒരു ചെറിയൊരു ബോട്ട് നമ്മളെ ബോട്ടിൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്നു. ബോട്ട് വരുന്നത് കണ്ടപ്പോൾ നമ്മളെ ബോട്ടുമായിട്ട് കുത്തുവോ കുത്തില്ലേ എന്ന് ആലോചിച്ച് ഞങ്ങൾ കുറേ നേരം ടെൻഷനായി. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ആ ബോട്ട് നമ്മളെ ബോട്ടിൻ്റെ മുമ്പിലൂടെ സുഖമായിട്ട് കടന്നുപോയി. അങ്ങനെ ബോട്ട് പോകുന്നത് കണ്ടപ്പോൾ നമ്മളെ സൂര്യനും മെല്ലെ ഞാനും പോവുകയാണെന്ന് പറഞ്ഞ് സൂര്യനും പോയി. അങ്ങനെ കാഴ്ചകളൊക്കെ നിർത്തി ഞങ്ങൾ ഉള്ളിലേക്ക് പോയപ്പോൾ ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ട ഒരു ബേബയും ദത്തയും ഇവിടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു താഴെ പോയാൽ നല്ല കാപ്പി ഉണ്ടാക്കി കുടിക്കാം, പോരുന്നോന്ന് വെച്ച് ഞങ്ങളെയും കൂട്ടി കാപ്പി ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും അവിടെ ഇരുന്ന് ഓരോ കാപ്പി കുടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബേബെ പറഞ്ഞത് ഈ പച്ചക്കറിയൊക്കെ ബേബേൻ്റെ ഐലൻഡിൽ നിന്ന് കൊണ്ടുവരുന്നതാണെന്ന്. ബേബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അപ്പൂപ്പന്മാരെ വിളിക്കുന്ന പേരാണ്. ദത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മമാരും. അമ്മൂമ്മ എന്ന് പറയാൻ പാടില്ല, കുറച്ച് പ്രായമുള്ള ആളുകളെ അങ്കിൾ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഈ അങ്കിളിന് ഇവിടെ സ്വന്തമായിട്ട് ഒരു ഐലൻഡ് ഉണ്ട്. അവിടെ ആകെ ആ അങ്കിളും ആൻറ്റിയും പിന്നെ കുറച്ച് പണിക്കാരും മാത്രമേ ഉള്ളൂ. അവരുടെ ഐലൻഡിൽ നിന്നുള്ള പച്ചക്കറികളാണ് ഈ കൊണ്ടുപോകുന്നത്. മാലേ സിറ്റിയിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഈ ബേബെ 3 മാസം കൂടുമ്പോൾ മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി മാലേ സിറ്റിയിലേക്ക് വരാറുണ്ട്. ബേബേൻ്റെ കുട്ടികളെല്ലാം മാലേ സിറ്റിയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ രാത്രി കിട്ടിയ ഭക്ഷണവും കഴിച്ച് ആടിയുല എന്ന ബോട്ടിൽ ഞങ്ങൾ കിടന്നുറങ്ങി.